Good morning students. നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് എനർജി റിലേഷനെ കുറിച്ചാണ്. ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് E is equal to mc². നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളതാണ്. പല സിറ്റുവേഷൻസിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളതുമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം ഇതൊരു തിയററ്റിക്കലായിട്ട് ഡിറൈവ് ചെയ്തൊരു ഇക്വേഷനാണ് E is equal to mc² എന്ന് പറയുന്നത്. പക്ഷേ പല എക്സ്പെരിമെൻറ്റുകൾ വഴിയും, അതായത് നമ്മുടെ ഫിസിക്സിൽ തന്നെയുള്ള പല പ്രോസസ്സുകളിലും അദ്ദേഹം E is equal to mc² എന്നുള്ള ഇക്വേഷൻ വാലിഡ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇത്ര ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്? വാട്ട് ഈസ് ഇറ്റ്സ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ നോക്കി തന്നെ അറിയാം. E is equal to mc². ദാറ്റ് ഈസ് നമ്മൾ ഇത്രയും കാലം ക്ലാസിക്കൽ ഫിസിക്സിൽ നമ്മൾ ഒരിക്കൽ പോലും എനർജിയെയും മാസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ കൺസർവേഷൻ ഓഫ് എനർജി എന്നും കൺസർവേഷൻ ഓഫ് മാസ് എന്നും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസർവേഷൻ തിയറംസ് ആയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ അനുസരിച്ച് എനർജിയെ മാസ്സായിട്ടും മാസിനെ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യാമെന്ന് ഇൻറ്റർ കൺവേർട്ടബിൾ ആണ് എന്നാണ് ഈ ഇക്വേഷൻ പ്രസ്താവിക്കുന്നത്. ദാറ്റ് ഈസ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മാസ് ആൻഡ് വൈസ് വേഴ്സ അല്ലേ. മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി. ഓക്കെ, അതായത് നമുക്ക് എന്ത് വേണ്ട? കൺസർവേഷൻ ഓഫ് മാസും കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന രണ്ട് പ്രിൻസിപ്പിളുകൾ വേണ്ട, ഒരൊറ്റ പ്രിൻസിപ്പിളായിട്ട് റീഡിഫൈൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഓക്കെ, അപ്പം ദിസ് ഇക്വേഷൻ ഷോസ് ദ മാസ് ആൻഡ് എനർജി ആർ ഇൻറ്റർ കൺവേർട്ടബിൾ. മാസും എനർജിയും ഇൻറ്റർ കൺവേർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു ഇക്വേഷനാണ് E is equal to mc² എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇപ്പം മാസും എനർജിയും കൺവേർട്ട്? നമുക്കറിയാം ഇലക്ട്രോൺ പോസിട്രോൺ അനിഹിലേഷൻ നടക്കുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജാണ്, പോസിട്രോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈ ഇലക്ട്രോണും പോസിട്രോണും റീകമ്പൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് എന്ത് പുറത്തേക്ക് വരുന്നുണ്ട്? ഗാമ റേഡിയേഷൻ, ഗാമ ഫോട്ടോൺസ് പുറത്തേക്ക് വരുന്നുണ്ട്. എക്സ്പെരിമെൻ്റലി നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ പുറത്ത് വന്ന ഗാമ റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു 2mc² ആണ്. ഈക്വൽ ടു 2mc², വിച്ച് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ. ദാറ്റ് ഈസ് ഇലക്ട്രോണും പോസിട്രോണും റീകമ്പൈൻ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഒരു എക്സ്ട്രാ എനർജി ഗാമ റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പുറത്തേക്ക് വന്ന ഗാമ റേഡിയേഷൻ്റെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതെന്ന് പറയുന്നത് 2mc² ആണ്. ദാറ്റ് ഈസ് ദ എനർജി വിച്ച് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് നടക്കുമ്പോൾ പെയർ പ്രൊഡക്ഷൻ നടക്കുമ്പോഴും എനർജി ഓഫ് ദി ഗാമ ഫോട്ടോൺ എന്ന് പറയുന്നത് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രോൺ ആൻഡ്, അതായത് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മാസ്. അനിഹിലേഷനകത്ത് എന്താണ്? മാസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എനർജി. പെയർ പ്രൊഡക്ഷനിൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മാസ്. ഓക്കെ, ഇനി നിങ്ങൾ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ പ്രോസസ്സ് എടുത്താലും അവിടെ എന്താണ് നടക്കുന്നത്? ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ യുറേനിയം ആറ്റത്തിന് ഹെവി ആയിട്ടുള്ള യുറേനിയം ആറ്റത്തിന് ലൈറ്റ് ആയിട്ടുള്ള ന്യൂട്രോൺ വെച്ചിട്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോഴത്തേന് എന്തുണ്ടാകുന്നു? യുറേനിയം സ്പ്ലിറ്റ് അപ്പ് ഇൻറ്റു ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. അപ്പം അവിടെ ടോട്ടൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്തിട്ട് അതിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് പ്രോഡക്റ്റിൻ്റെ മാസ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന മാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ΔM. അവിടെ ഒരു മാസ് ഡിഫറൻസ് ഉണ്ടാകുന്നു, ΔM എന്ന് പറയുന്നത്. ആ മാസ് ഡിഫറൻസ് എന്തായിട്ട് മാറുന്നു? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്, വിച്ച് ഇസ് in accordance with Einstein's mass energy relation. E is equal to delta M into c². അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കുമ്പോഴും എന്ത് തന്നെയാണ് നടക്കുന്നത്? അവിടെ അവിടെ ഉണ്ടായ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ന്യൂക്ലിയർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോഴും അങ്ങനെയാണ്. ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഹെവി ന്യൂക്ലിയ ഉണ്ടാകുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ന്യൂക്ലിയർ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്.
ആറ്റം ബോംബിൻ്റെ കേസിലായാലും ഹൈഡ്രജൻ ബോംബിൻ്റെ കേസിലായാലും എല്ലാം തന്നെ ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മാസ് എനർജി റിലേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നാണ്. നമുക്ക് എൻ്റെ മാസ് എനർജി റിലേഷൻ ഡെറിവേഷൻ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ക്ലാസിക്കൽ തിയറിയിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഫിസിക്സ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് d/dt ഓഫ് mv ആണ്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ മാസിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് എ കോൺസ്റ്റൻ്റ് ആണെന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ എന്ത് ചെയ്യും? മാസ് ഒരു കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? m/dv/dt എന്നാണ് എഴുതുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവിടെ ഇൻ റിലേറ്റിവിറ്റി മാസ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. റിലേറ്റിവിറ്റിയിൽ മാസ് ഒരു കോൺസ്റ്റൻ്റ് അല്ല. മാസ് വേരീസ് വിത്ത് വെലോസിറ്റി. വെലോസിറ്റിക്ക് അനുസരിച്ച് മാസ് വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ms = m0 ഡിവൈഡഡ് ബൈ √1 - v²/c². അത് നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. മാസ് എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. സോ mass of a particle moving with velocity v is ms = m0. m0 is the rest mass energy of the particle. m0 divided by √1 - v²/c² ആണെന്നറിയാം. സോ then the force F is equal to നമുക്ക് എങ്ങനെ എഴുതാം? force F is equal to m × dv/dt plus v × dm/dt എന്ന് എഴുതാം. ഇതിൽ കൂടെ ഈ ഇക്വേഷനകത്ത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ബൈ പാർട്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ കയ്യിലൊരു m മാസമുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്. ഞാൻ അതിനകത്തൊരു ഫോഴ്സ് F എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് dx ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ് ചെയ്യണം. അതായത് എൻ്റെ കയ്യിൽ m മാസമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിലേക്ക് ഞാനൊരു F ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. So it will get displaced through a distance dx. Then the total work done is W is equal to F dot dx. Work done on the body is F dot dx. Work is stored as energy. Work എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ബോഡി മൂവ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറയാം അല്ലേ? ദിസ് വർക്ക് ഡൺ ഇൻക്രീസസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. ഇനിഷ്യലി ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. സോ ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0. and its rest mass is m0. Then after applying a force F, it displaces through a distance dx. So the force increases the kinetic energy of the body. Bodyയുടെ kinetic energy increase ചെയ്യുന്നു. So dek is equal to F dot dx. Then നമുക്ക് എഫിൻ്റെ വാല്യൂ അറിയാം. F is equal to എന്താണ്? m × dv/dt plus v × dm/dt into dx. ഓക്കെ, ഇനി ഞാൻ ഈ ഡി എക്സ് അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ dx/dt വരുമ്പോൾ ഒരു v വരും, ഇവിടെയും dx/dt വരുമ്പോൾ ഒരു v വരും. ദാറ്റ് ഈസ് mv/dv plus v²dm എന്ന് വരും. ഓക്കെ, mv/dv plus v²dm. സോ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു എന്ന് വെച്ചോ. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് ഞാൻ നമ്മുടെ മാസ് ഇക്വേഷൻ എടുക്കുകയാണ്. നമ്മുടെ മാസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ മൂവിങ് വിത്ത് വെലോസിറ്റി v, ഇറ്റ്സ് മാസ് ഈസ് ഗിവൺ ബൈ ms = m0 ഡിവൈഡഡ് ബൈ √1 - v²/c² ആണ്. ഓക്കെ, ഞാനിതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഇക്വേഷനകത്ത് നമുക്ക് ഈ ഇക്വേഷനെ റീപ്ലേസ് ചെയ്യണം. നമുക്കിവിടെ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ എനർജി ഉണ്ട്. എനർജിയെ നമുക്ക് mc² ടേംസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേമിനെ റീപ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇങ്ങനൊരു ടേം എടുത്തത്. അപ്പം ms = m0 ബൈ √1 - v²/c². അതിനെ ഒന്ന് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പോൾ m² = m0² ഡിവൈഡഡ് ബൈ 1 - v²/c². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ m² × 1 - v²/c² = m0². ഇനി ഒന്ന് അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ m²c² മൈനസ് m²v² m0²c² എന്ന് വരും. c² LC ഒക്കെ എടുത്ത് അപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇത്. അപ്പോൾ ഇവിടെ c² - v²/c² ആണ്. ഈ c²നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഈ m²നകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m²c² മൈനസ് m²v² എന്ന് വരും. ഓക്കെ, ഇനി ഞാനിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് c² ഒരു കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അതിനെ ഇങ്ങോട്ട് ഇട്ടിട്ട് m²നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2m dm
ഇസ് ഈക്വൽ ടു എം സ്ക്വയർ 2v/dv. ഇതെന്ന് പറയുന്നത് ഇത് രണ്ടും എന്താണ്, ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആണ്. എമ്മും ഡിപ്പെൻഡ്സ് ഓൺ ടൈം, വെലോസിറ്റിയും ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടൈം. സോ ഡിഫറൻസിയേഷൻ ബൈ പാർട്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഈ മൈനസിനെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ m0c² എന്ന് പറയുന്നത്, m0 എന്ന് പറഞ്ഞ റെസ്റ്റ് മാസ് എനർജിയാണ്. സോ അതിൻ്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. c² എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. RHS 0 ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് 2m കൊണ്ട് എല്ലാ ടേമിനകത്തും 2m ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ c² dm ഇസ് ഈക്വൽ ടു mv/dv പ്ലസ് v² dm എന്ന് വരും. ഓക്കെ, mv/dv plus c² dm. Then this is equation number 2. Comparing equation 1 and 2. ഇവിടെ mv/dv plus v² dm, ഇവിടെയും mv/dv plus v² dm. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, dEk is equal to, രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് dEk is equal to c² dm എന്ന് വരും. അതുകൊണ്ട് ഇവിടെ c² dm ആണ്, c² dm എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ മാസ് എന്ന് വന്നു. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളൊരു ബോഡി ഉണ്ട്, ആ ബോഡി ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. സോ ഇറ്റ്സ് കൈനറ്റിക് വെലോസിറ്റി ഈസ് 0. വെലോസിറ്റി എത്രയാണ്, v ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ഓൾസോ 0. കൈനറ്റിക് എനർജി 0 ആണ്. ബട്ട് ഇറ്റ്സ് മാസ് ഈസ് m0. ഇനിഷ്യലി ഇറ്റ്സ് മാസ് ഈസ് m0. ഓക്കെ, ദെൻ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും, ഇറ്റ് ഹാസ് എ വെലോസിറ്റി, ഇറ്റ് മൂവ്സ് വിത്ത് വെലോസിറ്റി c ആണെങ്കിൽ c അല്ലേ. സോ ഇറ്റ് ഹാസ് കൈനറ്റിക് എനർജി, അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വേരിയിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് m ആയിരുന്നു. അപ്പം ഫോഴ്സ് അപ്ലൈന് ശേഷം ഇത് v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. സോ ഇറ്റ്സ് മാസ് ചേഞ്ചസ് ടു m. ഇറ്റ്സ് മാസ് ചേഞ്ചസ് ടു m. മാസ് എന്തായിട്ട് മാറി, m ആയിട്ട് മാറി. സോ ഇതിനകത്ത് നമുക്കിവിടെ ഡിഫറൻഷ്യേറ്റിംഗ് ടേം എന്ന് പറയുന്നത് dm ആണ്. സോ dmന് നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ഇനിഷ്യലി ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് m0. ദെൻ ആഫ്റ്റർ അപ്ലൈയിങ് ദ ഫോഴ്സ് ദ ബോഡി അറ്റൈൻസ് എ വെലോസിറ്റി v. ദെൻ ഇറ്റ്സ് മാസ് ഈസ് m. എൻ്റെ മാസ് എന്തായിട്ട് മാറി, m ആയിട്ട് മാറി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ Ek ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ m0 ടു m c² dm. dmനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ m വരും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് c² m മൈനസ് m0 ഈക്വൽ ടു, നമുക്ക് m മൈനസ് m0ക്ക് വരെ എന്തെന്ന് കൊടുക്കാം, ഡെൽറ്റ m ചേഞ്ച് ഇൻ മാസ് ഇൻറ്റു c². ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി Ek ഈസ് ഈക്വൽ ടു ഡെൽറ്റ m ഇൻറ്റു c² എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഐൻസ്റ്റീൻസ് റിലേറ്റിവിസ്റ്റിക് മാസ് എനർജി റിലേഷൻ. ഇതാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിസ്റ്റിക് മാസ് എനർജി റിലേഷൻ എന്ന് പറയുന്നത്. That is, when the body is at rest, the energy stored in it is m0 c². ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് m0 c², and is called rest mass energy or proper energy. When the body is at rest, its energy is m0 c². m0 c² ആണ്. And the energy of the body moving with the velocity c is mc². Then m0 c² is called proper energy or rest mass energy. Rest mass energy എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ബോഡിയുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി ഓഫ് എ ബോഡി ഈസ് E is equal to kinetic energy plus total energy E is equal to kinetic energy plus rest mass energy ആണ്. കൈനറ്റിക് എനർജി എത്രയാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചു, m മൈനസ് m0 ഇൻറ്റു c², ദാറ്റ് ഈസ് mc² മൈനസ് m0 c² എന്ന് വരും. പ്ലസ് റെസ്റ്റ് മാസ് എനർജി ഈസ് m0 c². അപ്പോൾ ഇവിടെ m0 c² ക്യാൻസൽ ചെയ്തുമ്പോൾ ടോട്ടൽ എനർജി ഈസ് E is equal to mc². ദിസ് ഈസ് ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ. ഇതാണ് ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫിസിക്സിൽ ഒരുപാട് മേഖലകളിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, റിലേറ്റിവിസ്റ്റിക് മാസ് എനർജി റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മാസ് എനർജി റിലേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നാണ് നമ്മളിപ്പം പഠിച്ചത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഈ
ക്ലാസിക്കൽ ഫിസിക്സിൽ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചത് ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളത് റിലേറ്റിവിസ്റ്റിക് ഡൊമൈനിൽ ലഗ്രാഞ്ചിയൻ എന്താണെന്ന് ഡെവലപ്പ് ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പം ആ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ജനറലൈസ്ഡ് മൊമെൻറ്റം എന്താണെന്ന്. ജനറലൈസ്ഡ് മൊമെൻറ്റം പി ജെ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ വി അല്ലേ. ഡോ എൽ ബൈ ഇവിടെ ഒരു ഡോട്ടിൻ്റെ കുറവുണ്ട്, ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഓക്കെ ശരിയാണ്, സോറി. ജനറലൈസ്ഡ് മൊമെൻറ്റം പി ജെ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ വി. ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സപ്പോസ് എ പാർട്ടിക്കിൾ moving in the x direction with velocity v, then its generalized momentum is pj is equal to നമുക്ക് സാധാരണ ഒരു പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു എം വി ആണെന്ന് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ എം എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഡൊമൈൻ ആകുമ്പോഴത്തേനും നമുക്കറിയാം വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ചേഞ്ച് ചെയ്യും. സോ ഇറ്റ്സ് മാസ് ഈസ് m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 minus v square by c square ആണ്. സോ ഇറ്റ്സ് ജനറലൈസ്ഡ് മൊമെൻറ്റം പി ജെ ഇസ് ഈക്വൽ ടു m0 v ബൈ റൂട്ട് ഓഫ് 1 minus v square by c square. അപ്പം ഈ ഇക്വേഷനും ജനറലൈസ്ഡ് മൊമെൻറ്റം ആണ്, ഈ ഇക്വേഷനും ജനറലൈസ്ഡ് മൊമെൻറ്റം ആണ്. സോ കമ്പയറിങ് ഇക്വേഷൻ 1 and 2 നമുക്ക് എന്തെന്ന് എഴുതാം, ഡോ എൽ ബൈ ഡോ വി ഈക്വൽ ടു m0 v ബൈ റൂട്ട് ഓഫ് 1 minus v square by c square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്കതിനകത്തുനിന്ന് ഈ ഡോ വിനെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരാം, വെലോസിറ്റിയാണ്. സോ ഡി എൽ ഇസ് ഈക്വൽ ടു m0 v ഡോ വി ഡി വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 minus v square by c square എന്നെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഡി എൽ ആണ്, നമുക്ക് ലഗ്രാഞ്ചിനാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇൻ്റഗ്രേറ്റിംഗ് എൽ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ m0 v ഡി വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 minus v square by c square. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 minus v square by c square പകരം ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, 1 minus v square by c square പകരം ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഞാൻ ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് 2v dv by c square is equal to 2 alpha d alpha എന്ന് വരും. d alpha എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മൾ 1 minus v square ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 1 minus v square by c square പകരം നമുക്ക് ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ഇനി ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം മൈനസ് ഈ വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2v dv ഡിവൈഡഡ് ബൈ c square ഇസ് ഈക്വൽ ടു 2 ആൽഫ d ആൽഫ. ഇത് രണ്ട് സൈഡിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്തു, c സ്ക്വയറിനെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ v dv ഇസ് ഈക്വൽ ടു മൈനസ് c സ്ക്വയർ ആൽഫ d ആൽഫ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v dvക്ക് പകരം മൈനസ് c സ്ക്വയർ ആൽഫ d ആൽഫ എന്ന് വരും. പിന്നെ ഇവിടെ 1 minus v square by c square വരെ ആൽഫ സ്ക്വയർ വരും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഈ ഇക്വേഷൻ ഇൻ്റഗ്രൽ m മൈനസ് c സ്ക്വയർ ആൽഫ d ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ആൽഫ, ദാറ്റ് ഈസ് ആൽഫ. ഈ ആൽഫ ക്യാൻസൽ ചെയ്തു, മൈനസ് എം സി സ്ക്വയർ പുറത്ത് വരും. പിന്നെ ഒരു ഡി ആൽഫയുണ്ട്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് കോൺസ്റ്റൻ്റ് എന്ന് വരും. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രൽ എമ്മും സി സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് എം സി സ്ക്വയർ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഇവിടുത്തെ ഈ ആൽഫയും ക്യാൻസൽ, ഇൻ്റഗ്രൽ ഡി ആൽഫയാണ്, ആൽഫ എന്ന് എഴുതാം. ഓക്കെ, ആൽഫ പ്ലസ് കോൺസ്റ്റൻ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറാം, മൈനസ് m0 c സ്ക്വയർ ആൽഫ പ്ലസ് കോൺസ്റ്റൻ്റ് എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ആൽഫയുടെ വാല്യൂ നമുക്കറിയാം, ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 minus v square by c square ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 minus v square by c square. ദെൻ എൽ ഇസ് ഈക്വൽ ടു മൈനസ് m0 c സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 minus v square by c square പ്ലസ് കോൺസ്റ്റൻ്റ് എന്ന് വരും. ദിസ് ഈസ് ലഗ്രാഞ്ചിയൻ. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് പഠിച്ചപ്പോൾ ലഗ്രാഞ്ചിയൻ എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എന്നാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് വി ആയിരിക്കും. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇക്വേഷൻ is equal to L is equal to minus m0 c square root of 1 minus v square by c square minus v എന്നാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ടേം നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫസ്റ്റ് ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റില്ല, അതൊരു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണെന്ന് പറയാൻ സാധിക്കത്തില്ല, ടി ആണെന്ന് പറയാൻ സാധിക്കത്തില്ല.
So in relativistic domain L is not equal to t minus v. In relativistic domain L not equal to t minus v. In relativistic domain L is equal to minus m0 c square root of 1 minus v square by c square minus v. Okay. So in relativistic domain നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? Lagrangian in relativistic domain Lagrangian no longer equal to t minus v. Lagrangian എന്ന് പറയുന്നത് t minus vക്ക് ഈക്വൽ അല്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷനും റിലേറ്റിവിസ്റ്റിക് ലഗ്രാഞ്ചിനെയാണ് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 4 വെക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ. താങ്ക് യു.